ഉറപ്പാണ്. അതിൽ അതൊരു സംശയമല്ല. അതിനുശേഷം പിന്നെ ഇതെല്ലാം നിരർത്ഥകമാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് സത്യത്തിൽ തീർന്നു പോകുന്ന ഒന്നിലെങ്ങനെയാണ് ഒരാൾക്ക് സമാധാനം, അല്ലെങ്കിൽ അതാണ് അയാളുടെ ഏറ്റവും ടോപ്പ് എന്ന് പറയാൻ സാധിക്കുക? ഒരിക്കലുമില്ല. എപ്പോഴും നമുക്കൊരു നിഅമത്ത് അല്ലെങ്കിൽ ഒരു സന്തോഷം നിലനിൽക്കുമ്പോഴാണല്ലോ നമുക്കതിലൊരു. അപ്പോൾ ഈ ദുനിയാവിൽ എന്തായാലും അത് നമുക്ക് സാധ്യമല്ല. എത്ര ഏത് ലെവലിലുള്ള ആളാണെങ്കിലും, ഇപ്പം നമ്മൾ എത്രയോ ആളുകളെ കണ്ടു, ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ആളുകൾ, അവർ ആത്മഹത്യക്കെതിരെയും മറ്റൊക്കെ പ്രസംഗിക്കുകയും ലേഖനങ്ങൾ എഴുതിക്കുന്ന ആളുകൾ, അവർക്ക് അവസാനം പലപ്പോഴും അതേ ആത്മഹത്യ ചെയ്യുന്നതിലാണ്. അതിനെതിരെ ലേഖനം എഴുതിയ, അതിനെതിരെ പ്രസംഗിച്ച ആ രൂപത്തിലുള്ള ആളുകളാണ്. അവരുടെയൊക്കെ അവസാനം എന്തിനെതിരെയാണോ എഴുതിയത് അതിലാണ് അവരൊക്കെ പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ കൃത്യമായി നമുക്ക് നിത്യം ലഭിക്കുന്ന സമാധാനം ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കണോ, അതൊരാൾ റബ്ബിലേക്ക് തിരിയുക. എന്തിനെന്നെ സൃഷ്ടിച്ചു, നമ്മൾ റബ്ബിലേക്ക് തിരിയാന്നുള്ളതിനേക്കാൾ എന്തിനെന്നെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ നമ്മൾ റബ്ബിലേക്ക് എത്തും. മറ്റിതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് മനുഷ്യൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. പല കാരണങ്ങളാൽ വ്യത്യസ്തനാണ്. വസ്ത്രം, ഭക്ഷണ രീതികൾ. നമ്മളൊന്നും വേസ്റ്റ് ഭക്ഷിച്ച് ജീവിക്കുന്ന ആളുകളല്ല, വസ്ത്രമിടാതെ നടക്കുന്ന ആളുകളല്ല. മൃഗങ്ങളാവട്ടെ, അവർ വേസ്റ്റ് ആവട്ടെ, ഒരു വസ്ത്രമില്ലാതാവട്ടെ, അല്ലെങ്കിൽ പല രൂപത്തിലും വ്യത്യസ്തമാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ വ്യത്യസ്തനാണെന്നുള്ളത് അതിന് തന്നെ ബോധ്യമാണ്. അപ്പോൾ തീർച്ചയായും മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊരാൾ അന്വേഷിച്ചാൽ, എന്നൊരാൾ കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് മറ്റൊരു മേഖലയിലും അല്ല, അത് ദീനിൻ്റെ മേഖലയിൽ മാത്രമാണ്. അതിലാണ് സമ്പൂർണമായ സമാധാനം ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റേതൊക്കെ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യല്ല. അതൊക്കെ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്രയും അവർ പരിശ്രമിക്കട്ടെ, എത്തട്ടെ. അതൊക്കെ ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം തീർന്നു പോകുന്നതാണ്. നേരെ മറിച്ച് തീർന്നു പോകാത്ത ഒന്നിലും കൂടെ ഞാൻ ഇൻവോൾവ് ആകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആ മേഖലയിലൊക്കെ ഉയരുന്നതെങ്കിൽ അവിടെയും സമാധാനമാണ്. അല്ല ഭൗതികമായ ഒരാൾ നേടിയെന്ന് വെച്ചാൽ സമാധാനം നഷ്ടപ്പെടുന്നല്ല. ഇനി ഭൗതികമായി ഒന്നും നേടിയില്ല, അയാൾക്ക് സമാധാനം ഉണ്ടാകുന്നല്ല. അതിലൊന്നും ഉള്ളതോ ഇല്ലായ്മയോ അല്ല സമാധാനത്തിൻ്റെ മാനദണ്ഡം. മറിച്ച് ദീനൊരാൾക്കുണ്ടോ, അയാൾ കൊട്ടാരത്തിൽ ജീവിക്കുകയാണെങ്കിലും സമാധാനമാണ്, ചെറ്റക്കുടിൽ ജീവിക്കുകയാണെങ്കിലും അയാൾക്ക് സമാധാനമാണ്. അപ്പോൾ എത്ര ലെവൽ വേണമെങ്കിലും ഒരാൾക്ക് ഉയർന്നു